നമസ്കാരം. അധ്യാപകനായും കലാകാരനായും കഥാപ്രസംഗകനായും സമുദായ നേതാവായും മദ്യനിരോധന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായും സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സർവാദരണീയനായും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായും അങ്ങനെ സമൂഹത്തിലെ നന്മയുള്ള എല്ലാ മേഖലകളിലും നിറഞ്ഞാടിയ ഒരു മഹാവ്യക്തിത്വത്തെ നാം അറിയേണ്ടതുണ്ട്. ഇതും നാം അറിയേണ്ടത് എന്ന പരമ്പരയിൽ സവിശേഷമായ ഈ വ്യക്തിത്വത്തെ ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. കേരളീയ സാമൂഹ്യക്രമത്തിൽ എത്രമാത്രം ഔന്നത്യത്തിൽ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ വിനയാന്വിതവും സ്നേഹാർദ്രവുമായ പ്രവർത്തനം കൊണ്ടും കറകളഞ്ഞ ഗാന്ധിയൻ തത്വസിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും ലാഭേച്ഛ കൂടാതെ സമൂഹത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി മുഴുവൻ സമയം ജീവിതം മാറ്റിവെച്ച മഹാവ്യക്തിത്വം. അക്ഷരങ്ങളെ അമ്മാനമാടി വാക്കുകളെ മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി സാമൂഹ്യ പരിഷ്കരണത്തിന്റെ എല്ലാ തലങ്ങളിലും നിറഞ്ഞാടിയ മഹാവ്യക്തിത്വം എം പി മന്മഥൻ. 1914 മെയ് മാസം 1-ാം തീയതി ലോക തൊഴിലാളി ദിനത്തിൽ PK നാരായണപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ച ശ്രീ എം പി മന്മഥൻ ആലുവ UC കോളേജിൽ നിന്നും ബിരുദ പഠനത്തിന് ശേഷം ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലെ NSS സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ നിന്നും എം പി മന്മഥന്റെ വളർച്ച അഭൂതപൂർവമായ രീതിയിൽ മുന്നോട്ട് പോവുകയായി. തിരുവനന്തപുരം MG കോളേജിൽ പ്രൊഫസറായും പിന്നീട് പ്രിൻസിപ്പളായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊക്കെ നമുക്ക് പറയാൻ മാത്രം കഴിയുന്ന വാക്കാണ് പലപ്പോഴും ആദർശം. യഥാർത്ഥമായ ആദർശമുള്ളത് കൊണ്ട് കോളേജിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വിദ്യാർത്ഥികളെ പുറത്താക്കിയപ്പോൾ പ്രിൻസിപ്പളിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അവരെ തിരിച്ചെടുക്കുവാൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി അവർ നിൽക്കാൻ തയ്യാറാകാതെ പ്രിൻസിപ്പൽ ഉദ്യോഗം ധീരമായി രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഒരു മാതൃകാ അധ്യാപകൻ. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ രജിസ്ട്രാർ എന്ന പദവിയിൽ പ്രവർത്തിച്ച മഹാനുഭാവനായ വ്യക്തി. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിയ വലിയ വ്യക്തിത്വം. ജീവിതത്തിൽ തുടർന്ന് എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് പരിപൂർണ ഗാന്ധിയനായി മാറി ഗാന്ധിയൻ തത്വസിദ്ധാന്തങ്ങളെ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മുഴുവൻ സമയവും നീക്കിവെച്ച മഹാത്മാവ്. കേരളത്തിന്റെ മനുഷ്യജീവിതത്തെ ഏറ്റവും അധികം കാർന്നു തിന്നുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അക്കാലഘട്ടത്തിൽ മദ്യത്തിനെതിരായ കുരിശുയുദ്ധം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി എത്രയോ കാലം കേരളത്തിന്റെ തെരുവുപരങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കഥാപ്രസംഗകന്റെ ആർജവത്തോടും ഭാഷാശുദ്ധിയോടും ആ ശൈലി ഭാവത്തോടും കൂടി കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മദ്യത്തിനെതിരായ അതിശക്തമായ സിംഹഗർജനം മുഴക്കിയ ഒരു മഹാത്മാവ് എം പി മന്മഥൻ. മൂവാറ്റുപുഴയിലെ കടാതിയിൽ നിന്നും കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്ത് പോകുന്ന ഒരു വ്യക്തിത്വം. കേരള മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ കൂടി ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മദ്യനിരോധന പ്രസ്ഥാനം വളർന്നു വരികയും മദ്യത്തിനെതിരായി അനേകം സമരങ്ങൾ നടക്കുകയും ചെയ്യുന്ന അവസരത്തിൽ എം പി മന്മഥൻ സാർ കേരളം മുഴുവൻ ബസ് യാത്ര നടത്തിക്കൊണ്ടു പോകുമ്പോൾ മദ്യനിരോധന പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനമെടുക്കുകയും അദ്ദേഹം അറിയാതെ അതിനുള്ള പണം സമാഹരിക്കുകയും ചെയ്തു. കോട്ടയത്ത് നടന്ന യോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ വിവരമറിയിച്ച് അത് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ യാത്ര ബസ്സിലും കാൽനടയായും ഒക്കെ തന്നെ നടത്തിക്കൊള്ളാം, ഒരു വാഹനവും ആവശ്യമില്ല. ആ പിരിച്ച പണം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക്, മദ്യത്തിന്റെ കെടുതി മൂലം നശിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ മദ്യനിരോധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ സർവസ്വവും നഷ്ടപ്പെട്ടു പോയ ഒട്ടേറെ ആളുകൾ ആ കാലഘട്ടത്തിലുണ്ട്.
അവരെയെല്ലാം സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞുകൊണ്ട് ഒരാനുകൂല്യവും ആരോടും കൈപ്പറ്റാതെ ഒരു സന്യാസിയെ പോലെ, ഒരു അവധൂതനെ പോലെ കേരളത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ച യഥാർത്ഥ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, യഥാർത്ഥ ഗാന്ധിയൻ, ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി, ഒരു കോളേജ് പ്രൊഫസറും അധ്യാപകനും പ്രിൻസിപ്പളും നായർ സർവീസ് സൊസൈറ്റി പോലുള്ള മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും ഒക്കെയായി പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വം തുടർന്ന് എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് തന്റെ ജീവിത ലക്ഷ്യം എന്ന രീതിയിൽ മദ്യനിരോധന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ശ്രീ എം വി മന്മഥൻ എന്ന വ്യക്തിയിൽ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. നമുക്ക് കേരളത്തിൽ മാതൃകയാക്കാവുന്ന അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളിൽ ഒരാളാണ് പ്രൊഫസർ എം വി മന്മഥൻ. അദ്ദേഹത്തെ പുതിയ തലമുറ അറിയുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഞങ്ങൾ ഇതും നാം അറിയേണ്ടത് എന്ന പരമ്പരയിൽ ശ്രീ എം വി മന്മഥനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാനവീയത്തെ സംബന്ധിച്ച് അഭിമാനപൂർവമാണ് പ്രൊഫസർ എം വി മന്മഥന്റെ പേര് ഇവിടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. പുതുതലമുറയിലെ കുട്ടികൾ പ്രത്യേകിച്ചും ആരാണ് എം വി മന്മഥൻ എന്ന് പഠിക്കാൻ തയ്യാറാകണം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമഗ്രമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും തദ്വാര അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി വളർന്നു വരുവാനും നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിയണം എന്ന ആഗ്രഹം കൂടിയാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. 1994 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ രാജ്യത്തോട് ഭൗതികമായി പ്രൊഫസർ എം വി മന്മഥൻ വിട പറഞ്ഞുവെങ്കിൽ കൂടി ഇന്നും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്മരണ, അദ്ദേഹത്തെ അറിയാവുന്ന, അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ സ്മൃതിപഥങ്ങളിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. സർവാദരണീയനായ കേരളത്തിന്റെ സർവോദയ നേതാവ്, മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ആയിരുന്ന, ഏറെക്കാലം തന്റെ ജീവിതം മുഴുവൻ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മഹാനുഭാവനായ പ്രൊഫസർ എം വി മന്മഥൻ അവരുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ധന്യാത്മാവിന് ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.